ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനിയ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. തമിഴിൽ നിന്നും വന്നിട്ടുള്ള മറ്റൊരു സീരിയൽ കില്ലർ മൂവിയായിട്ടുള്ള 11 കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ ചിത്രം നിങ്ങൾ കണ്ടിരിക്കാൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ഒന്ന്, ചിത്രത്തിന്റെ പേര് 11 എന്നായതുകൊണ്ട് തന്നെ ചിത്രത്തിൽ പല ഭാഗത്തും നമുക്ക് ഈ 11 എന്ന സംഖ്യ കാണാനായി സാധിക്കുന്നുണ്ട്. ഒന്ന്, ചിത്രത്തിന്റെ പേര് എഴുതി കാണിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു വണ്ടിയുടെ ടയർ മാർക്സ് ആയി അത് കാണാം. പിന്നീട് ആദ്യത്തെ കൊലപാതകം കാണിക്കുന്ന സമയത്ത് അതിന്റെ തീ അവസാനമായി കാണിക്കുമ്പോൾ അവിടെയും 11 എന്നുള്ള രീതിയിൽ 1 എന്നുള്ള രീതിയിലാണ് വന്നു പോകുന്നത്. കൂടാതെ മീരയുടെ മരണവുമായി ബന്ധപ്പെട്ട് വരുന്ന ആ പോലീസ് സ്റ്റേഷന്റെ പേരായി കാണിക്കുന്നതും G11 എന്നാണ്. അതുപോലെ തന്നെ ഈ കൊലപാതകങ്ങൾക്കെല്ലാം കാരണമായി വരുന്ന ഫ്രാൻസിസിന്റെ ജനനവും മരണവും എല്ലാം നടന്നിരിക്കുന്നത് 11-ാം തീയതി തന്നെയാണെന്ന് കാണാം. അതുപോലെ തന്നെ ബെഞ്ചമിൻ ഈ കൊലപാതകങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്ന കാറിലും ബെഞ്ചമിന്റെ പോലീസ് വണ്ടിയിലും ഈ 11 സൂചിപ്പിക്കുന്നത് പോലെ തുടക്കത്തിലും അവസാനത്തിലും 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സിനിമയിൽ ഉടനീളം ഈ 11 എന്ന സംഖ്യയെ പല രീതിയിൽ പല സന്ദർഭങ്ങളിലായി കാണിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഇതേ കാറിൽ തന്നെ BF എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ബെഞ്ചമിൻ, ഫ്രാൻസിസ് എന്നിവരുടെ പേരിന്റെ ചുരുക്കെഴുത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ കൊലപാതകങ്ങളെല്ലാം കാണിക്കുന്ന സമയത്ത് ആകെ 10 കൊലപാതകങ്ങളും അവസാനമായി ബെഞ്ചമിന്റെ തന്നെ മരണവുമാണ് കാണിക്കുന്നത്. സോ ഇത്തരം കൊലപാതകങ്ങളെല്ലാം കാണിക്കുന്ന സമയത്ത് അവിടെ മിക്കയിടത്തും ആ ഓർഡർ അനുസരിച്ച് നമ്പർ കൊടുത്തിരിക്കുന്നതായി കാണാം. അതായത് ആദ്യത്തെ ആ കൊലപാതകം ഒരു മരച്ചൂട്ടിൽ നടത്തുമ്പോൾ അവിടെ 1 എന്നതുപോലെ ഒരു വള്ളി കാണിക്കുകയും രണ്ടാമത്തെ കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് പോലീസ് വരുമ്പോൾ അവിടെ ഡോറിലായി 2 എന്ന് കൊടുത്തിരിക്കുന്നതായും മൂന്നാമത്തെ കൊലപാതക സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് അവിടെ 3 ചിത്രങ്ങൾ വരച്ചിട്ടിരിക്കുന്നതായും നാലാമത്തെ സ്ഥലത്ത് 04 എന്ന് കൊടുത്തിരിക്കുന്നതായും അഞ്ചാമത്തെ കൊലപാതകം നടന്ന സ്ഥലത്ത് താഴെ 5 എന്ന് കൊത്തിവെച്ചിരിക്കുന്നത് പോലെയും കാണിച്ചിട്ടുണ്ട്. ആറാമത്തെ സ്ഥലത്ത് പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഏഴാമത്തെ സുധാകരന്റെ കൊലപാതകം നടന്ന സ്ഥലത്ത് മൈക്കിലൂടെ 7 എന്നും, എട്ടാമത്തെ മീരയുടെ കൊലപാതകം നടന്നതിന് ശേഷം അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് വീടിന്റെ നമ്പറായി 8 എന്നും, ഒമ്പതാമത്തെ അഞ്ജനയുടെ കൊലപാതക സമയത്ത് ഇത്തരമൊരു നമ്പർ കൊടുത്തതായി ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ അത് 9ാമത്തെ കൊലപാതകമാണ് എന്ന് നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടിയായിരിക്കും, ഇനിയൊരു കൊലപാതകം കൂടിയുണ്ട് എന്ന് നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടിയായിരിക്കാം അങ്ങനെ കാണിക്കാതിരുന്നത്. 10ാമത്തെ ജയിലിൽ വെച്ച് മരണപ്പെടുന്ന ധീരനെ കാണിക്കുന്ന സമയത്ത് അയാളുടെ ഡ്രസ്സിലായി 424 എന്ന് കൊടുത്തിരിക്കുന്നതായും ആ 3 അക്കങ്ങളുടെ തുകയായി കിട്ടുന്നത് 10 എന്നാണെന്നും കാണാം. ഇതിനുശേഷം അവസാനമായി സ്വയം മരിക്കുന്ന ബെഞ്ചമിൻ എന്ന ക്യാരക്ടറിനെ 11 എന്നത് സൂചിപ്പിക്കുന്നത് പോലെ അയാളുടെ ഡ്രസ്സിലായി ഒരക്കം മാഞ്ഞതിന് ശേഷം 11 എന്നുള്ള രീതിയിൽ തെളിഞ്ഞിരിക്കുന്നതായും കാണാം. ഇങ്ങനെ 1 മുതൽ 11 വരെയുള്ള ആ ഒരു മരണങ്ങളെ എല്ലാം അക്കങ്ങൾ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നതായി കാണാം. സുധാകരന്റെ വീട്ടിൽ ഇവർ അന്വേഷണത്തിനായി വരുന്ന സമയത്ത് അവിടെ സാഡി എന്ന ഒരു നോവൽ ഇരിക്കുന്നതായി കാണാം. ഈ സാഡി എന്ന നോവലിൽ പറയുന്നത് തന്റെ സഹോദരിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാനായി നടക്കുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ചാണ്. ഈ സിനിമയിലാണെങ്കിലും ബെഞ്ചമിൻ ഫ്രാൻസിസിന്റെ കൊലപാതകത്തിന്റെ പ്രതികാരത്തിനായി നടക്കുന്നതായിട്ടും ഇവർ അന്വേഷണത്തിനായി വരുന്ന വീട്ടിലാണെങ്കിലും തന്റെ സഹോദരന്റെ മരണത്തിന്റെ വിഷമത്തിൽ നടക്കുന്നതായിട്ടുമെല്ലാമാണ് കാണിക്കുന്നത്. ഇതെല്ലാം കൊണ്ടാണ് ഇതെല്ലാമായി കണക്ട് ആകുന്ന രീതിയിൽ സാഡി എന്നൊരു നോവൽ തന്നെ അവിടെ കാണിച്ചത്. അതുപോലെ സിനിമയുടെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് മനോഹർ എന്ന പോലീസ് ക്യാരക്ടറാണ് വില്ലൻ എന്ന്, കൊലപാതകി എന്ന് നമ്മൾ ആദ്യം കരുതുകയും എന്നാൽ പിന്നീട് മനോഹർ അല്ല, അരവിന്ദ് എന്ന ക്യാരക്ടർ മനോഹറിനെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഈ മനോഹറിനെ നമ്മൾ തെറ്റിദ്ധരിച്ചതെന്നും കാണിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കുന്ന സമയത്ത് അവിടെ മിസ്റ്റേക്കൺ ഐഡന്റിറ്റീസ് എന്നൊരു പുസ്തകം ഇരിക്കുന്നതായി കാണാം. അത് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ മനോഹർ എന്ന ക്യാരക്ടറിനെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് അത്തരം ഒരു നോവൽ തന്നെ അവിടെ കൊടുത്തിരിക്കുന്നതായി കാണിച്ചത്. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് ബെഞ്ചമിന്റെ വീട് ആദ്യം കാണിക്കുന്ന സമയം അവിടെ മുഖമില്ലാത്ത ശില്പം ഇരിക്കുന്നതായും മുഖം തകർന്നു പോയിരിക്കുന്ന ശില്പം ഇരിക്കുന്നതായും കാണിക്കുന്നത്. സോ ഇതെല്ലാം തന്നെ ഈ ഒരു ക്യാരക്ടറിന്റെ ഫേക്ക് ഐഡന്റിറ്റിയെ അല്ലെങ്കിൽ മറച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഐഡന്റിറ്റിയെ സൂചിപ്പിക്കുന്നത് പോലെയാണ് കാണിച്ചിരിക്കുന്നത്. കൂടാതെ സിനിമയുടെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ ബെഞ്ചമിന്റെ വീട്ടിൽ നിന്നും ഒരുപോലെയുള്ള 2 ഐറ്റംസ് കിട്ടിയിട്ടുണ്ടെന്ന് പോലീസുകാരൻ പറയുന്നുണ്ട്. സോ ഈ സമയം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ കാണിച്ചിരിക്കുന്ന മിക്ക സാധനങ്ങളിലും ഒന്ന് മുഴുവനായി ഇരിക്കുന്നതായും ഒന്ന് പകുതി യൂസ് ചെയ്തിരിക്കുന്നതായിട്ടുമാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ബെഞ്ചമിൻ യൂസ് ചെയ്തിരിക്കുന്ന കാര്യമാണ് അവിടെ പകുതിയായിട്ടിരിക്കുന്നതായിട്ടും ഫ്രാൻസിസിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന കാര്യം അതുപോലെ തന്നെ ഇരിക്കുന്നതായിട്ടുമാണ് കാണിച്ചിരിക്കുന്നത്. സിനിമയിലെ സഞ്ജന എന്ന നായിക കഥാപാത്രം അരവിന്ദനെ ഇഷ്ടമായതിനു ശേഷം അയാളെ കോഫി ഷോപ്പിലും മറ്റും ഫോളോ ചെയ്യുന്നതായി കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു നായികയെ എടുത്തു കാണിക്കുന്നതിന് മുന്നേ തന്നെ ഈ ക്യാരക്ടർ
എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളുടെ പുറകെ അന്വേഷണത്തിനായി ഒരു കോഫി ഷോപ്പിൽ എത്തുമ്പോൾ തന്നെ അവിടെ ദൂരെയായി ഈ ഒരു സഞ്ജന എന്ന ക്യാരക്ടർ ഇരിക്കുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ സഞ്ജന എന്ന ക്യാരക്ടർ ബൈക്കും മറ്റും ഓടിക്കുന്നതായി കാണിക്കുന്നത് കൊണ്ട് ഈ ഒരു ക്യാരക്ടറിന്റെ പേര് ട്രൂ കോളറിൽ വരുന്നത് മോട്ടോ മാനിയാക് എന്ന രീതിയിലാണ്. അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടറിന്റെ വീട്ടിലും മോട്ടോർ ബൈക്കുകളുടെ ഒരുപാട് ചിത്രങ്ങളും ശില്പങ്ങളും മറ്റും വെച്ചിരിക്കുന്നതായും കാണാം. മനോഹർ എന്ന പോലീസ് ക്യാരക്ടറിന് ഹാർട്ട് പ്രോബ്ലം ഉണ്ടെന്ന് സിനിമയുടെ ഇടയ്ക്ക് വെച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇതിനെല്ലാം മുന്നേ തന്നെ ഈ ഒരു കാര്യം ഡീറ്റെയിൽ ചെയ്യുന്ന തരത്തിൽ അരവിന്ദ് മനോഹറിന് സിഗരറ്റ് വലിക്കാനായി കൊടുക്കുന്ന സമയത്ത് വേണ്ട, ഞാൻ നിർത്തിയതാണ് എന്ന് മനോഹർ പറയുന്നുണ്ട്. സോ ഹാർട്ട് പ്രോബ്ലം വന്നത് അറിഞ്ഞതിന് ശേഷമായിരിക്കാം മനോഹർ ഇത്തരത്തിൽ സിഗരറ്റ് ഉപയോഗിക്കുന്നത് നിർത്തിയത്. സുധാകർ, മീര എന്നീ ക്യാരക്ടറുകളുടെ മരണം കാണിക്കുന്ന സമയം അവരുടെ സഹോദരങ്ങൾ ഇവരെ രണ്ടുപേരെയും വെടിവെച്ച് കൊല്ലുമ്പോൾ ആ രക്തം പുറകിലുള്ള കർട്ടനിലേക്ക് തെറിച്ചു വീഴുന്നതായി കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോ പിന്നീട് കാണിക്കുന്ന സമയം ഇവർ വെടിവെക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ആ പിന്നിലുള്ള കർട്ടനിലായി ഇതിനു മുന്നേയും ബെഞ്ചമിൻ ഇങ്ങനെ കൊല്ലിച്ചിട്ടുള്ള മറ്റ് 6 പേരുടെയും രക്തം അവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്നതായി കാണാം. അതുപോലെ ഈ 2 ക്യാരക്ടറുകളും അവരുടെ സഹോദരനെ കൊന്ന കഥയെല്ലാം പറയുന്ന സമയത്ത് ബെഞ്ചമിൻ എന്ന ക്യാരക്ടറിനെ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അയാൾ സന്തോഷത്തിൽ ചെറുതായി ചിരിക്കുന്നതായി നമുക്ക് കാണാം. ഫ്രാൻസിസ് എന്ന ക്യാരക്ടർ ഇരുട്ടത്താണ് മരണപ്പെടുന്നത്. സോ ഒരുപക്ഷെ ഇതുകൊണ്ടാകാം ബെഞ്ചമിൻ ഇവരെയെല്ലാം കൊല്ലാനായി സെലക്ട് ചെയ്യുന്നത് രാത്രി സമയങ്ങളിലാണെന്ന് എടുത്തു തന്നെ കാണിച്ചത്. കൂടാതെ ഫ്രാൻസിസിന്റെ ആ ഒരു ഇരുട്ടിനെ സൂചിപ്പിക്കുന്നത് പോലെയാണ് കറുത്ത കാർ തന്നെ ബെഞ്ചമിൻ യൂസ് ചെയ്യുന്നതായും കറുത്ത വസ്ത്രങ്ങൾ തന്നെ ഇവരെ പിടിക്കാനായി വരുന്ന സമയത്ത് ധരിച്ചിരിക്കുന്നതായിട്ടും കാണിക്കുന്നത്. അതായത് ബെഞ്ചമിനാണ് ഇവരെ കൊല്ലാനായി പിടിക്കാനായി വരുന്നതെങ്കിലും ആ സമയം ഈ കറുത്ത നിറങ്ങൾ കൊണ്ട് ഇരുട്ടത്ത് മരണപ്പെട്ട ഫ്രാൻസിസ് തന്നെ നേരിട്ട് ഇവരെ കൊല്ലാൻ വരുന്നത് പോലെയാണ് ഈ സമയങ്ങളിൽ കറുത്ത കാർ, കറുത്ത വേഷം, ഇരുട്ട് എന്നിവയെല്ലാം കാണിച്ചത്. അതുപോലെ തന്നെ സിനിമയുടെ അവസാനത്തിൽ ഇവരുടെ 2 പേരുടെയും ശവക്കല്ലറകൾ കാണിക്കുമ്പോൾ അതിൽ ഫ്രാൻസിസിന്റെ ശവക്കല്ലറ പഴക്കം കൊണ്ട് കുറച്ച് മങ്ങിയിരിക്കുന്നതായും ബെഞ്ചമിന്റെ ശവക്കല്ലറ പുതിയതായി ഇരിക്കുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. എന്നാൽ ഇതുകൂടാതെ ബെഞ്ചമിൻ പറയുന്നത് പോലെ ഫ്രാൻസിസിന് ഇരുട്ട് ഭയമാണ്, ഞാൻ അവന് വെളിച്ചം നൽകിക്കൊള്ളാം എന്നതുപോലെ ഫ്രാൻസിസിന്റെ ആ ഒരു സൈഡ് ഇങ്ങനെ ഇരുണ്ട ശവക്കല്ലറ കൊണ്ടും മരങ്ങൾ കൊണ്ടും ഇരുണ്ടിരിക്കുന്ന രീതിയിലും ബെഞ്ചമിന്റെ സൈഡിൽ സൂര്യപ്രകാശവും പുതിയ കല്ലറയും മറ്റും കൊണ്ട് വെളിച്ചം നിറഞ്ഞിരിക്കുന്ന രീതിയിലുമാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഇവരുടെ 2 പേരുടെയും ഫ്ലാഷ് ബാക്ക് സീനുകൾ കാണിക്കുമ്പോൾ ഒരു ഭാഗത്ത് 2 ട്രെയിനുകൾ പാസ് ചെയ്യുന്ന കാര്യം ഇവർ നോക്കുന്നതായി കാണിക്കുന്നുണ്ട്. സോ ഇവർ ടിൻസ് ആയതുകൊണ്ട് അത്തരത്തിൽ ഒരുപോലെ തന്നെ പാസ് ചെയ്യുന്ന 2 ട്രെയിനുകളാണ് ഇരട്ട ട്രെയിനുകൾ എന്നതുപോലെ ഇവർ ആസ്വദിക്കുന്നതായി കാണിച്ചത്. സോ ഇനി ഈ സിനിമയിൽ വന്നിട്ടുള്ള പ്രധാന പോരായ്മകൾ പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. സിനിമയിലെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറഞ്ഞത് നായിക തന്നെയാണ്. ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു കാര്യത്തെപ്പറ്റി ഒരുപാട് ചർച്ചകളും മറ്റും വന്നു കഴിഞ്ഞു. എന്നാൽ ഇതുകൂടാതെ വന്നിട്ടുള്ള മറ്റൊരു കുഴപ്പം ഈ സിനിമ അധികം ശ്രദ്ധ കിട്ടാതെ പോയത്, അല്ലെങ്കിൽ നല്ലൊരു ചിത്രമായിട്ട് പോലും അധികം ആഘോഷിക്കപ്പെടാതെ പോയത് ചിത്രത്തിലെ മറ്റ് കാസ്റ്റിംഗ് കൂടി കുറച്ച് മെച്ചപ്പെടുത്താതെ പോയിട്ടുള്ളത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നിയത്. അതായത് നായിക ഒഴിച്ചുള്ള മറ്റുള്ള നടീനടന്മാരെല്ലാം അവരുടെ മാക്സിമം പ്രകടനങ്ങൾ തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും ആ ക്യാരക്ടറുകൾക്കെല്ലാം വേണ്ടി കുറച്ചുകൂടി അറിയപ്പെടുന്ന നടീനടന്മാരെല്ലാമായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നതെങ്കിൽ ചിത്രത്തിന് കുറച്ചുകൂടി സ്വീകാര്യത കിട്ടിയേനെ എന്നാണ് എനിക്ക് തോന്നിയത്. സോ എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാമെന്നും ഈ ചിത്രത്തിൽ നിന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള മറ്റുള്ള ഡീറ്റെയിൽസും എല്ലാം വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്താം. വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് അടുത്തൊരു എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.